കൃഷിയിലേക്ക് യുവജനങ്ങൾ വരുന്നില്ല, യുവജനങ്ങൾ മറ്റു മേഖലകൾ തേടിപ്പോകുന്നു എന്നൊക്കെയുള്ള പരാതികൾ സാധാരണ കേൾക്കാറുണ്ട്. എന്നാൽ MBAക്ക് ശേഷം പൂനെ TCSലുണ്ടായിരുന്ന ജോലി രാജിവെച്ച് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിയ ആളാണ് നമ്മുടെ യുവ കർഷകനായ ഭാഗ്യരാജ്. കൃഷിയിലേക്ക് ഇറങ്ങുക മാത്രമല്ല, കൃഷിയിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് വിപണി കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ ഓൺലൈൻ വിപണിയും പച്ചക്കറികൾക്ക് വേണ്ടി മാത്രം ഒരു സൂപ്പർ മാർക്കറ്റും മറ്റു ഷോപ്പുകളൊക്കെ തുടങ്ങി ഈ കഞ്ഞിക്കുഴിയിലെ മറ്റ് കർഷകർക്ക് വിപണി കണ്ടെത്തുന്നതിന് സഹായിക്കുന്നതുകൂടെയുണ്ട് ഭാഗ്യരാജ്. ഇപ്പം നമുക്ക് 4 ഷോപ്പുണ്ട്. അതിലൊരെണ്ണം സൂപ്പർ മാർക്കറ്റാന്ന് തോന്നുന്നു, മിനി സൂപ്പർ മാർക്കറ്റ് പോലെ. നമ്മുടെ നാടൻ വെജിറ്റബിൾസ്, നാടൻ മറ്റേ തേയില, അങ്ങനത്തെ കുറേ സാധനങ്ങളുള്ള ഐറ്റംസ്. നമ്മൾ ഓൺലൈനിലും വിപണി ഉണ്ടെന്നാണ്. ഓൺലൈനിലോ? അതെങ്ങനെയാ അതിൻ്റെ ഒരു സംവിധാനം? ഏത് ബ്രാൻഡിലാണ്? നമ്മുടെ വെള്ളരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏതാണ്ട് ഒരു 8-10 ഗ്രൂപ്പുണ്ട് നമ്മുടെ ചേർത്തലയിലും എറണാകുളത്തും ഒക്കെ ആയിട്ട്. പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. അപ്പം അതെങ്ങനെയാണ് അതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ? നമ്മുടെ ഇവിടുത്തെ നമുക്ക് സ്റ്റാഫിനെ വെച്ച് തന്നെ റൺ ചെയ്യും. ബാക്കിയുള്ളത് കൊറിയർ സർവീസ് വഴിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഹാർവെസ്റ്റ് ചെയ്യാനുണ്ടാവും. എത്ര ഏക്കറിലാണ് പൊതുവിൽ കൃഷി? ഒരു 8 ഏക്കറിൽ കൃഷി ഉണ്ടാവും. എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ? പയറ്, വെണ്ട, പീച്ചിൽ, പടവലം, മത്തൻ, ഇളവൻ, എല്ലാം ഒരു ഇതുണ്ട്. നമ്മുടെ മണ്ണെന്ന് വെച്ചാൽ പഞ്ചസാര മണ്ണ് പോലത്തെ മണ്ണാണ്. നമ്മൾ വെള്ളം വയ്ക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ താഴത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ മൾച്ചിങ് ഷീറ്റ് വെച്ചാണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. ഇതിൻ്റെ അടിവളമൊക്കെ എങ്ങനെയാണ്? അടിവളം ആദ്യം തന്നെ നമ്മൾ വളമായിട്ട് മൂടിയിട്ട് ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് കൊടുക്കുന്നത് അടിവളമൊക്കെ? അടിവളം കോഴിവളം, വേപ്പൻ പിണ്ണാക്ക്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. ഒരു IT മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു ജോലി രാജിവെച്ച് കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു ലാഭനഷ്ടം? നമുക്ക് അവിടെ വലിയ കുഴപ്പമില്ലാത്ത സാലറി ഉണ്ടായിരുന്നു. 10-40 രൂപ അടുത്തുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളും കൂടുതൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു 10-12 സ്റ്റാഫ് നമ്മുടെ കീഴിലുണ്ട്. എല്ലാവരും നമുക്ക് നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കർഷകർക്ക് ഒരു തുണയാകാൻ പറ്റുന്നുണ്ട് അല്ലേ? അതെ, 30-100 കർഷകർക്ക് അവരുടെ വെജിറ്റബിൾസ് എപ്പോൾ കൊണ്ടുവന്നാലും നമ്മൾ എടുക്കും. ഭാഗ്യരാജ് പച്ചക്കറി. എന്തുവാ ഇത് കുക്കുംബറ. എത്ര കിലോ ഉണ്ടോ? ഇത് 10 കിലോ ഉണ്ട്. അടുത്ത ഞാൻ എന്തൊക്കെയാവണം? ഇനി വെണ്ടയുണ്ട്, കുറ്റിപ്പയറുണ്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പച്ചമുളക് നാളെ കൊണ്ടുവരും. ഓക്കെ. നമ്മൾ ഭാഗ്യരാജിൻ്റെ അവിടെയാണ് കൂടുതലും പച്ചക്കറികൾ കൊടുക്കുന്നത്. എപ്പോൾ കൊണ്ടുവന്നാലും സാധനം എടുക്കുക. എത്ര കിലോ ഉണ്ടെങ്കിലും സാധനം എടുത്തോളും. ഭാഗ്യരായി നമ്മുടെ 11-ാം മൈലിലൊരു കടയുണ്ട്. ഒരു കടയല്ല, അവർക്ക് ഇവിടെ പുത്തനമ്പലത്തിൽ വെള്ളരി എന്നും പറഞ്ഞൊരു കടയുണ്ട്. അപ്പം നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യയിൽ പെട്ടാണ് പുള്ളി എനിക്ക് പണം അയച്ചു തന്നത്. നമ്മുടെ ഗൂഗിൾ പേ ആണ് പൈസ. നമ്മുടെ ഈ കഞ്ഞിക്കുഴിയിലെ പാടങ്ങളിൽ ഉണ്ടാകുന്ന പച്ചക്കറികളാണല്ലേ ഒരു സൂപ്പർ മാർക്കറ്റ് മോഡലിലൂടെ ക്രമീകരിച്ചേക്കുന്നത്. നാടൻ പച്ചക്കറി, പടവലം, വെള്ളരി, കുക്കുംബർ, വെണ്ട, ബീട്രൂട്ടൊക്കെ നമ്മൾ ഊട്ടിയിൽ നിന്ന് എടുക്കുന്നതാണ്. കാന്തല്ലൂർ ഊട്ടി, ക്യാരറ്റൊക്കെ ടോപ്പ് ക്വാളിറ്റി ക്യാരറ്റൊക്കെ. ഒരാൾ വന്നു കഴിഞ്ഞാൽ എല്ലാം വാങ്ങി തിരിച്ചു പോകണം അല്ലേ? എന്ന് ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് കൺസെപ്റ്റിലേക്ക് വരാനായിട്ടുള്ളൊരു കാരണം? നമുക്ക് കർഷകരിൽ നിന്ന് കൂടുതലായിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ വേറെ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഇടിയപ്പപ്പൊടി, നല്ല വെളിച്ചെണ്ണ, നല്ല മറ്റേ ടോപ്പ് ക്വാളിറ്റി വാല്യൂ പ്രൊഡക്ട്സും ഒക്കെ വെക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ തന്നെ ആൾക്കാർ ചെയ്യുന്ന സാധനം തന്നെ. നാടൻ പച്ചക്കറികൾക്ക് നമ്മുടെ നാട്ടിൽ നല്ലൊരു വിപണിയുണ്ട്. നല്ല വിലയും നമുക്ക് ന്യായമായ രീതിയിൽ കിട്ടും. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ കൃഷിയിടങ്ങൾ വിളയുന്ന നാടൻ പച്ചക്കറികൾക്ക് വലിയ ഡിമാൻഡാണുള്ളത്. ആ ഒരു വിപണി സാധ്യത പ്രയോജനപ്പെടുത്തിയാണ് ഭാഗ്യരാജിൻ്റെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ യുവ കർഷകരുടെ സംഘവും മറ്റു കർഷകരെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനത്തിന് ഇവിടെ ഇട്ടിരിക്കുന്നത് അല്ലേ? ആദ്യം വെജ് ടു ഹോം എന്ന് പറഞ്ഞിട്ടായിരുന്നു അല്ലേ? വെജ് ടു ഹോം ഇപ്പോഴും ഉണ്ട്. വെള്ളരി നമ്മൾ ഹോം ഡെലിവറി ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ വാട്സപ്പിൽ ഒരു ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീടുകളിലേക്ക് നേരിട്ട് പച്ചക്കറി എത്തിക്കും. അതിപ്പോൾ ഇന്ത്യയിൽ എവിടെയും ആ പച്ചക്കറി എത്തിക്കുന്ന രീതിയിലേക്ക് ആ സംവിധാനം വളർത്തിയിട്ടുണ്ട് അല്ലേ?